നമ്മുടെ വണ്ടി ഇരിക്കുന്ന കാണിക്കും, വെള്ളം കാണിക്കും. ഇവിടെ വെള്ളമുണ്ട് കേട്ടോ, ഭയങ്കര വെള്ളമാണ് ഇവിടെ എല്ലാം. എല്ലാവരും വെള്ളം ഇവിടെ, എല്ലാവരും അല്ല ഈ വെള്ളം ഉണ്ടല്ലോ നിറഞ്ഞ് ഇവിടെ എല്ലാം. ഇപ്പം നടന്നു പോകുന്നതിൻ്റെ ഇതുണ്ടോ, ഒത്തിരി വെള്ളമുണ്ട്, അപ്പം മുങ്ങിക്കിടക്കുകയാണ്. ഞങ്ങളിങ്ങനെ ആലോചിക്കുവാണ്, ഇപ്പം അതാണ് സ്കൂട്ടർ, അവിടെ അതിനകത്താണ് സ്കൂട്ടർ ഇരിക്കുന്നത്. അതെങ്ങാനും ജാക്കി ചായനായിരുന്നെങ്കിൽ, നമ്മുടെ അച്ചായനല്ലേ ജാക്കി അച്ചായനായിരുന്നെങ്കിൽ ഇതേ ചവിട്ടി ഈ എന്താ പറയുക ഈ സാധനത്തിന് ആ കോണെ ചവിട്ടി അതിന് മണ്ടയ്ക്കോട്ട് ചാടി ആ ബൈക്ക് സ്കൂട്ടറെ പോയി ഇരുന്ന് ആ സ്കൂട്ടർ എടുത്തുകൊണ്ട് വന്നേനെ. സ്പൈഡർമാൻ ആണെങ്കിലോ, സ്പൈഡർമാനാണെങ്കിൽ ഇവിടെ നിന്ന് നേരെ ഞാൻ കെട്ടിടത്തിന് മണ്ടയ്ക്ക് കൊണ്ട് കൊളുത്തും. എവിടെ? അവിടെ കൊണ്ട് കൊളുത്തും. 4-ാം നില കൊളുത്തി, അല്ല 6-ാം നില 8-ാം നില കൊളുത്തിയത് കേട്ടോ. മണ്ടയ്ക്ക് വരെ എത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല, അത്രയും വേസ്റ്റ് ആവും. മനസ്സിലായോ? വല വേസ്റ്റ് ആക്കും. വലക്കൊക്കെ എന്നാ വില. അതെ. അങ്ങനെ ചാടിയിട്ട് ആ വണ്ടിയുടെ അവിടെ പോയി ഇരുന്ന് സ്കൂട്ടർ എടുത്തോണ്ട് വരും. സൂപ്പർമാൻ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ സ്കൂട്ടറിലായിരിക്കത്തില്ല വരുന്നത്, നേരെ പറന്നിങ്ങി വരുമായിരിക്കും. ഏത്? അതുകൊണ്ട് പിന്നെ ഇപ്പോൾ വേറെ ആരാ, ഹീമാൻ പുലിയല്ല വരുന്നത്. എന്താ ഇവിടെ ഇങ്ങോട്ട് വരുവാണോ? അല്ലല്ല, അവരങ്ങ് പോവാ. അവർ പോട്ടെ. അപ്പോൾ അത് നടക്കത്തില്ല. പിന്നെ ആരാണ് ഉള്ളത്? പിന്നെ ബാറ്റ്മാൻ വണ്ടിയൊക്കെ ഉണ്ട്. ബാറ്റ്മാൻ സ്വന്തമായിട്ട് വണ്ടി ഉണ്ട്. പക്ഷെ അത് ഈ റോഡിൽ കൂടെ വരാൻ പറ്റില്ല, റിമോട്ട് ഞെക്കിയാൽ അടുത്ത് വരും. വണ്ടി കൂടിയിരിക്കണം അങ്ങനെ. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ വിചാരിക്കും ഈ സ്പൈഡർമാന് വണ്ടി വേണ്ടല്ലോ, ഈ പറഞ്ഞ പോലെ വള്ളിയെ തൂങ്ങി ഇവിടെ വരെ കേരളത്തിൽ കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതിയല്ലോ എന്ന് വിചാരിക്കും. പക്ഷെ പറ്റത്തില്ല, ലൈംഗികമൊക്കെ കുരുങ്ങി മരിക്കാൻ സാധ്യതയുണ്ട്. മനസ്സിലായോ? അതുപോലെ തന്നെ വലിയ കെട്ടിടങ്ങൾ എല്ലായിടത്തും ഇല്ല. അതുകൊണ്ടാണ് സ്പൈഡർമാൻ കേരളത്തിൽ വന്നപ്പോൾ സ്കൂട്ടർ ഉപയോഗിക്കേണ്ടി വരുന്നതെന്നാണ് എൻ്റെ സ്ക്രിപ്റ്റിൽ ഞാൻ തിരുത്തു വരുത്തിയിട്ടുണ്ട്. കാരണം മലയാളത്തിലേക്ക് ഒരു സിനിമ എടുക്കുമ്പോൾ സ്പൈഡർമാൻ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ പരിമിതികളുണ്ട്. എല്ലാ കാര്യത്തിലും പരിമിതികളാണ്. നമുക്കുണ്ട്, സ്പൈഡർമാനും ഉണ്ട് പരിമിതി. ഇവിടുത്തെ സ്പൈഡറൊക്കെ ഉണ്ടാവും, പക്ഷേ ഇവിടുത്തെ സ്പൈഡർ കടിച്ചിട്ട് ഇന്നേവരെ ആരും സ്പൈഡർമാൻ ആയിട്ടില്ല. അതൊരു പ്രശ്നമാണ്. പിന്നെ വേറൊരു പ്രശ്നമുള്ളത്, ഇവിടുത്തെ സ്പൈഡറുകളുടെ അവസ്ഥ വളരെ ശോചനീയമാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് സ്പൈഡർമാൻ്റെ അവസ്ഥയും വളരെ ശോചനീയമായിരിക്കും. അപ്പോൾ അങ്ങനെ സ്പൈഡർമാന് അത്ര സഞ്ചാര സ്വാതന്ത്ര്യം കേരളത്തിന് അനുവദിക്കുന്നില്ല. കേരളത്തിലെ ഈ ഘടന, എന്താ പ്രകൃതി, അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് കേരള ഈസ് നോട്ട് അലൗഡ് ബൈ ദ സ്പൈഡർമാൻസ് വെബ് ആൻഡ് സീരീസ്. വെബ് സീരീസ് അനുവദിക്കുന്നതല്ല. അതൊക്കെ നമ്മൾ വേണേൽ ബാൻ ചെയ്യും. അപ്പോൾ അതാണ് ഇതിനകത്ത് കഥ. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ ആരാന്നറിയാലോ? ഞാൻ ഈ വെള്ളത്തിന് മീതെ കൂടെ നടന്നങ്ങ് പോകും. എന്നിട്ട് അവിടെ ചെന്നിട്ട് ആ വണ്ടിയിലോട്ട് കയറി അങ്ങോട്ട് ഇരിക്കും. വണ്ടി തന്നെയേ ഓടി ഇങ്ങനെ ഇറങ്ങും. മനസ്സിലായില്ലേ? അത് അവതരിപ്പിച്ചാലോ? അതാ ഞാൻ പറഞ്ഞത്, വെള്ളത്തിന് മുകളിൽ കൂടെ നടക്കാൻ പറ്റുന്ന ഒരാളെ ഉള്ളവിടെ ഏട്ടാ. അതാ ഞാൻ പറഞ്ഞത്. എന്തോ ആൻ്റപ്പൻ്റെ അത്ഭുത പ്രവർത്തികളിൽ ഞാനായിരുന്നു കർത്താവായിട്ട് വരേണ്ടത്. അങ്ങനെ പല ഘട്ടത്തിലും ഞാൻ തെളിയിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? ഇവന്മാരെന്നെ ചതിച്ചതാ. കർത്താവിനെയാണോടാ ചതിക്കുന്നേ? പോകുന്നുണ്ടോ? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ പോകുമ്പോൾ പാൻ്റ് ഒന്ന് പൊക്കി പിടിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളത്തിന് മീതെ കൂടെ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ഒന്ന് സ്ലിപ്പായി വെള്ളത്തിലേക്ക് വീണാലോ. അങ്ങനെ അഥവാ നമ്മുടെ ബാലൻസ് പോയിട്ട് വെള്ളത്തിൽ വീണാൽ മാത്രം പാൻറ് നനയുണ്ടല്ലോ എന്ന് എഴുതിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു പ്രിക്കോഷൻ എടുക്കുന്നത്. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടെന്നല്ലേ? പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുമാണ്. ഓക്കെ. അപ്പോൾ താൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ, ഇത് മുഖത്താണ് ക്യാമറ, എൻ്റെ ആ എക്സ്പ്രഷനിലാണ് ഇത് വെള്ളത്തിന് മീതെ കൂടെ നടക്കുന്നതായിട്ട് നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ഈ വെള്ളത്തിന് മീതെ കൂടെ നടക്കുന്ന ആ സാധനം നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ മുകളിൽ കൂടെ പോകുന്നതെന്ന് ഉറപ്പാണ്. കാരണം ഇത് ഒത്തിരി ആഴമുള്ള സാധനമാണ്. ഇതിനപ്പുറത്തോട്ടൊക്കെ പോകുന്നതുകൊണ്ട് മുങ്ങിപ്പോയി ഞാൻ. ഇതിനപ്പുറത്തോട്ട് വെള്ളം വന്നാലേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. അന്നും അങ്ങനെ തന്നെയാണ്. അറിയാല്ല. അപ്പോൾ ഞാനിപ്പോൾ ഇതിനകത്തോട് അങ്ങോട്ട് പോവാം.